ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുന്ന AI ടൂളുകൾ എത്രത്തോളം സേഫാണ്, ആക്യുറേറ്റ് ആണ്? ഓർഗനൈസേഷൻസ് HR-ൻ്റെ കേസിലാണെങ്കിൽ AI ഉപയോഗിക്കണം. AI എന്ന് പറഞ്ഞാൽ ഒരിക്കലും എന്തല്ല നമുക്ക് മാറ്റി നിർത്തേണ്ട സാധനമില്ല. നമ്മൾ AI-യുടെ കൂടെ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. പൊതുവിൽ അതാണല്ലോ പറയപ്പെടുന്നത്. ഒരു ഓർഗനൈസേഷനകത്ത് പെർഫോമൻസ് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ അതിന് ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസും ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള അനാലിസിസും ഉണ്ട്. ഈ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? AI ടൂൾസൊക്കെ വെച്ച് ഒരു പരിധി വരെ നമുക്ക് റീപ്ലേസ് ചെയ്യാനും കാൽക്കുലേഷൻസ് ചെയ്യാനും അതിന് റിസൾട്ട് എടുക്കാനൊക്കെ പറ്റും. ഈ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ആക്ച്വലി കുറച്ചുകൂടി പീപ്പിൾ ഓറിയൻറ്റഡ് ആണ്. ഒരാളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരുന്നു, അയാളുടെ ബിഹേവിയർ എന്തായിരുന്നു, അയാളുടെ എബിലിറ്റി എന്തായിരുന്നു, അയാളുടെ ലീഡർഷിപ്പ് സ്കില്ല് എങ്ങനെ ഉണ്ടായിരുന്നു, ഇത്തരത്തിലുള്ള ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അയാളുടെ കൊളീഗ്സിൽ നിന്നോ അതല്ലെങ്കിൽ കൂടെ ജോലി ചെയ്യുന്ന മറ്റാളുകളോ അല്ലെങ്കിൽ അവർ ഇൻട്രാക്ട് ചെയ്യുന്ന മറ്റു വെൻഡേഴ്സോ അല്ലെങ്കിൽ കസ്റ്റമേഴ്സോ ഇങ്ങനെയൊക്കെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. ഇവരിൽ നിന്നൊക്കെ ആയിരിക്കും എന്ത് ചെയ്യും നമുക്ക് ഇൻസൈറ്റ്സ് കിട്ടുന്നതായിരിക്കും. സോ അത് AI-ക്ക് എന്തുണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് AI-യിലേക്ക് ആ ഡാറ്റ കൊടുത്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ അനാലിസിസ് നടത്താൻ പറ്റും. പക്ഷെ ആ ഡാറ്റ ഇൻപുട്ടിന് വേണ്ട ഒരു സിസ്റ്റവും പ്രോസസ്സും എന്ത് ചെയ്യണം, ഒരു ഓർഗനൈസേഷനകത്ത് എന്തായാലും ഉണ്ടായിരിക്കണം.